നമ്മുടെ ഈ ഘട്ടത്തിലെ അവസാനത്തെ കണ്ടസ്റ്റന്റിനെ, അവസാനത്തെ പാട്ടുകാരിയെ സ്വാഗതം ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഇനി ടോപ്പ് 5 ഇനി ഈ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെ മാർക്കുകൾ നോക്കുന്നു. അവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യുന്നു. കാര്യങ്ങൾ ചടപടാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 പേര് ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നു. അതെ, അപ്പൊ ആരൊക്കെയാണ് ആ ചെയറിൽ ഇരിക്കാൻ പോകുന്നത് അറിയാനായിട്ട് ഇനി നിമിഷ നേരങ്ങൾ മാത്രം. യുവർ ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു രേഷ്മ.
ഒരു മിനിറ്റ് രേഷ്മ, ഓർക്കസ്ട്രയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുക്കൂ. എന്തായിരുന്നു അതോ? ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. രേഷ്മ ആസ് എ പെർഫെക്ഷനിസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെർഫെക്ഷനോടുകൂടി പാടാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെറിയ ചെറിയ നുവാൻസസ് ഒക്കെ കറക്റ്റ് ക്വാണ്ടൈസ്ഡ് ആയിട്ട് വീണു. അവിടെ ഞങ്ങൾ 3 പേര് ഒരേ നേരത്ത് വാവ് വാവ് എന്ന് പറയണത് രേഷ്മ കേട്ടോന്ന് അറിയില്ല, ഇവിടെ ബാക്കിലുള്ളവരൊക്കെ കേട്ടു തോന്നുന്നുണ്ട് അല്ലേ ചേച്ചി? രേഷ്മ എന്ത് പറയാനാ രേഷ്മ? എന്ത് ഭയങ്കര രേഷ്മ വന്നവിടെ നിന്നാൽ പിന്നെ അത് ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സുഖിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങള് ഇത് രസിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നു. അതേപോലെ അതിനേക്കാൾ കൂടുതൽ ഞങ്ങളെല്ലാം രസിപ്പിച്ചു, സുഖിപ്പിച്ചു, സന്തോഷമായി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബിന്നി ചേച്ചി. ഔസേപ്പച്ചൻ സർ. രേഷ്മ ആസ് യൂഷ്വൽ വളരെ കൂളായിട്ട് വന്ന് അതിമനോഹരമായിട്ട് അങ്ങോട്ട് പാടി. അപ്പൊ ശ്വേത ചേച്ചി. such a beautiful song and മോള് നന്നായി പാടി. ബ്യൂട്ടിഫുള്ളി. ആൻഡ് എന്താ അറിയോ, ഭയങ്കര ഒതുക്കാണ്, ഒരു ഓവർ ഒന്നുമില്ല, ഭയങ്കര കൂളായിട്ട് പാടി. അത് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഇസ് അറ്റ്മോസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പൊ പ്രേക്ഷകരെ, നമ്മൾ ഗ്രാൻഡ് ഫിനാലയുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. 11 പേരാണ് ഇവിടെ മത്സരിച്ചത്. അപ്പോ നമ്മൾ ആ 11 പേരെയും നമ്മൾ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ 11 മ്യൂസിക്കൽ വൈഫ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ വേദി. എന്താണ് ഈ ഒരു വേദിയിൽ എത്തി നിൽക്കുമ്പോൾ പറയാനുള്ളത്? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. എല്ലാവരുടെയും ഓരോ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളിൽ 5 പേർക്കാണ് ഇനി അടുത്ത റൗണ്ടിലോട്ട് കടക്കാനുള്ള അവസരമുള്ളത്. ആദ്യം ദൈവത്തിന് നന്ദി പറയും. ഇങ്ങനൊരു വേദിയിൽ എത്തിപ്പെടുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇങ്ങനൊരു വേദിയിൽ പാടുക, ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക, പിന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ രജേഷ് സാറിനും മ്യൂസിക്കൽ വൈഫിൻ്റെ മൊത്തം ടീമിനും, ഫ്ലവേഴ്സ് ടിവിക്കും, ശ്രീകണ്ഠൻ നായർ സാറിനും വൈഫിനും എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമ്മുടെ എന്താ പറയണ്ടതെന്ന് അറിയില്ല, അത്രയും പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസ്, അവരെയൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. എനിക്ക് അത് വലിയ സന്തോഷം. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടി, അതിനൊക്കെ നന്ദിയുണ്ട്. പിന്നെ നമ്മളുടെ ഓർക്കസ്ട്ര ടീം, ഇത്രയും പാട്ടുകൾ ഇവിടെ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ പിന്നിൽ അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ എല്ലാവർക്കും നന്ദി, സന്തോഷം. ഫസ്റ്റ് ഡേ ഒരു എന്താ പറയുക മെഗാ ഓഡീഷനിൽ വന്ന് പാടി പോവാന്ന് വിചാരിച്ച ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് മുതൽ ഇതേ ലാസ്റ്റ് ഡേ ഷൂട്ട് വരെ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ റിയാലിറ്റി ഷോ ഞാൻ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഇപ്പോഴും വന്നിട്ടൊന്നുമില്ല. എന്നാലും എല്ലാവരോടും യൂണിവേഴ്സിനോട് മുഴുവൻ താങ്ക്സ് പറയുന്നു, ഞാനിവിടെ വന്ന് നിന്ന് പാടാൻ വേണ്ടിയിട്ട്. ഇതുവരെയുള്ള ഈ ജേണിയിൽ എന്തൊക്കെ ചെറിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു? ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ ഇവിടെ വന്നിട്ടാണ് കോൺഫിഡൻസ് എന്താണെന്ന് പഠിക്കുന്നത്. ഒട്ടും തന്നെ കോൺഫിഡൻസേ ഇല്ലാത്തൊരു. ഇതിനു മുമ്പ് ഈ ഷോയിൽ വരുന്നതിന് മുമ്പ് സിനിമയിലൊക്കെ പാടിയ ആളാണ്. അന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ കോൺഫിഡൻസിനെ പറ്റി ചിന്തിക്കാനുള്ള ഇത്. പക്ഷെ ഇപ്പോഴാണ് പിന്നെ ഞാൻ ജഡ്ജസിന്റെ കമന്റ്സ് കൂടുതൽ ശ്രദ്ധിക്കാനും. നമ്മൾ സ്വന്തമായിട്ട് പാട്ട് പഠിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല, നമ്മൾ വിചാരിക്കും നമ്മൾ പാടുന്നത് ശരിയെന്ന്. പക്ഷെ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പെർഫെക്റ്റ് എന്നല്ല, ശ്രമിക്കാറുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡ് പുള്ളിയുടെ ഫുൾ സപ്പോർട്ടിലാണ് ഞാനിങ്ങനെ പോകുന്നത് തന്നെ. അപ്പൊ അത് പറയാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഡോക്ടറായിട്ട് മാത്രം ഒരു ക്ലിനിക്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ, ശാന്തിഗിരി ഹോസ്പിറ്റലിലാണ് ഞാൻ, ആറ്റിങ്ങൽ ശാന്തിഗിരി ഹോസ്പിറ്റലാണ്. അവിടെ ഇരിക്കും, വണ്ടി കയറും, പോവും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ കാണും, അങ്ങനെ അല്ലാണ്ട് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു ദിവസം ഒരു 10 പേരെങ്കിലും എന്നോട് ചോദിക്കും, അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്നെ ഇത്രയും മനുഷ്യർ പാട്ട് പാടുന്ന കുട്ടിയല്ലേ എന്നുള്ള ആ ചോദ്യം കേൾക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഇത്രയും വർഷം എൻ്റെ ഉള്ളിലെ പാട്ടുകാരി ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്തിനു ഞാൻ ഇരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോകും. ഓരോരുത്തർ ചോദിക്കുമ്പോഴും എന്നിട്ട് എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഇത്രയും നാളെന്ന് എല്ലാവരെയും അന്വേഷിക്കാറുണ്ട്. ഇതിൽ നിന്നൊരു പാഠം തിരിച്ചറിഞ്ഞു, ഒരു മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും നമ്മുടെ പ്രായം ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ എപ്പോഴാണെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. അതിന് പാട്ട് പഠിച്ചേ തീരുവെന്നോ ഒന്നുമില്ല, നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ എന്നായാലും അത് പുറത്തു വരും. എന്തോ പറയാനുണ്ടായിരുന്നല്ലോ. എന്താ പറയണ്ടേ, രജീഷ് സാറിന് ഒത്തിരി നന്ദി. ഇത്രയും വലിയൊരു
സ്റ്റേജ് ഷോയിൽ എനിക്ക് പാടാൻ പറ്റിയത്. പിന്നെ അതുപോലെ എൻ്റെ ആദ്യത്തെ ഗുരുക്കന്മാരാണ് രാധിക മാമും മുഫീദ മാമും എന്നെ പാട്ട് പഠിപ്പിച്ചത്. അപ്പോൾ അവർക്കും ജഡ്ജസിനും എല്ലാവർക്കും ഫ്ലവേഴ്സ് ടീമിന് മുഴുവനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു, ഷോ കഴിഞ്ഞ സംഗീതം തീർച്ചയായിട്ടും എന്നുള്ളൊരു വാക്ക്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കട്ടെ ഞങ്ങള് ചോദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഠിക്കും. വെരി ഗുഡ്. Great, that's great. അപ്പൊ നമുക്കിനി എന്തായാലും ഫൈനൽ 5 ആരൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. All the very best. The whole world is waiting for you. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കിനി ആ റിസൾട്ടിലേക്ക് കടക്കാം. അതെ, സാർ. ഫൈനൽ 5 ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഔസേപ്പച്ചൻ സർ. ഞങ്ങൾ ആദ്യം ടോപ്പ് 5-ൽ ഇന്നായവരുടെ മാർക്ക് പറയാൻ പറ്റും. അല്ല, ഇപ്പം റിസൾട്ട് എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മുടെ ഈ ഒരു കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അന്യോന്യമുള്ള ഒരു സ്നേഹവും പരസ്പര ധാരണയും എല്ലാം ഒരുപാടുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് എന്ത് വന്നാലും നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്തൊക്കെ പാടി, എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റി. നിങ്ങളെ ജഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഇതൊരു പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. And it's time for the reality. ഈ റിയാലിറ്റി ഷോ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ആവാനോ അല്ലെങ്കിൽ ഇതിന്റെ ഗിഫ്റ്റ് മേടിക്കാനോ വന്ന മാതിരിയേ തോന്നുന്നില്ല. നിങ്ങളിവിടെ വന്ന് പാട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും പാട്ട് പഠിക്കാനും വേണ്ടി വന്ന പോലെയാണ് നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഓരോ റൗണ്ട് കഴിയുമ്പോഴും യു ഇംപ്രൂവ്ഡ് എ ലോട്ട്. നിങ്ങൾ പട്ടിപ്പട്ടിയായിട്ട് ഇപ്പോൾ ഈ റൗണ്ടിൽ കണ്ട ഞാനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിപ്പിക്കാൻ പറ്റാത്തൊരു ടെക്നിക്കുണ്ട് സംഗീതത്തിൽ, ശ്രുതി. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. എല്ലാവരും തിരിച്ചു വരുന്നു. ഫിനാലേക്ക് എല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ഇതിൽ ഇന്ന ആരാ ഔട്ടാവുന്ന ആരും എനിക്ക് ഓർമ്മ പോലും വരുന്നില്ല. ഫോർ മീ എവ്രി വൺസ് എ സിംഗർ. ഫോർ മീ എല്ലാവരും പാട്ടുകാരാണ്, അസലായിട്ട് പാടുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ നമുക്ക് പോവാം. കാരണം എല്ലാവരും ഇവിടെ പ്രസന്റ് ആണ് അല്ലേ. ഡ്യുവറ്റ് റൗണ്ടിനാണെങ്കിലും എല്ലാവരും തിരിച്ചു വന്നു, ഫിനാലേക്കാണെങ്കിലും എല്ലാവരും തിരിച്ചു വരും. അപ്പോൾ ലെറ്റ്സ് ഹാവ് ഒരു 1 more night of fun, മ്യൂസിക്കൽ ഫൺ. ഓക്കെ, അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഇനി ഇന്നായ 5 പേര്, അതായത് ഈ 5 കസേരയിലേക്ക് വന്നിരിക്കാൻ പോകുന്ന 5 പേരുടെ പേരുകളാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് വിളിക്കുന്നത്. ഇപ്പോ ഇവിടെ വിളിക്കുമ്പോൾ 5 പേരുടെ പേരെ ഇവിടെ വിളിക്കുന്നു. നിങ്ങൾക്കൊരൊറ്റ അവസരമേ കിട്ടിയിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ഷോയിന്റെ ഒരു എന്താ പറയാ, ഒരു ലിമിറ്റേഷൻ. ഈ ഒരു പാറ്റേണിൽ ഒറ്റ പാട്ടുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഇനിയൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൽ കുറഞ്ഞത് അതിൽ കൂട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നേനെ. പക്ഷെ ബാഡ് ലക്ക്. പിന്നെ നിങ്ങൾ വന്നവരെല്ലാവരും ഗ്രാൻഡ് ഫിനാലേക്ക്, അതായത് ദ ഫൈനൽ കോമ്പറ്റീഷന് പാടാനുള്ള പാട്ടുകൾ വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം ആരാണ് ഇന്നാവാന്ന് നിങ്ങൾക്കറിയില്ല. ആ പാട്ടുകൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് ഇവിടെ പാടിയിരിക്കുന്നതിനേക്കാൾ എത്രയോ മേലെയായിരിക്കും പാടാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാടിയിട്ടുണ്ടാവുക റിഹേഴ്സൽ സമയത്തൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്കിവിടെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ബിന്നി, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഡോണ്ട് ഫീൽ ഡൗൺ. ഓക്കെ, അപ്പൊ ടോപ്പ് 5 അനൗൺസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആ ചെയറിലേക്ക് ആദ്യം പോകുന്നത് ആരാണെന്ന് ബിന്നി ചേച്ചി പ്ലീസ്. വിദ്യ 97 മാർക്സ്. വിദ്യ, ഏതാണ് ഇഷ്ടമുള്ള നമ്പർ? 5 വരെ. ഓൺ 4th. എന്റെ ചക്കരക്കുട്ടി പോയിരിക്കൂ, 4ൽ പോയിരിക്കൂ. വിദ്യ സെലക്ട് ചെയ്തിരിക്കുന്ന ഗോൾഡൻ ചൈൻ നമ്പർ 4 നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക്
ആദ്യം എൻട്രി നേടിയിരിക്കുന്ന കണ്ടസ്റ്റന്റ് വിദ്യ. വിദ്യ, കൺഗ്രാറ്റുലേഷൻ. ഇനി നമ്മൾ അടുത്ത ആളിലോട്ട് കിടക്കുകയാണ്. ഔസേപ്പച്ചൻ സർ, രണ്ടാമത്തെ ആള് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലെ ടോപ്പ് 5 എത്തിയ രണ്ടാമത്തെ ആൾ ആരാണ്? അജന്യ. ഏതാ നമ്പർ വേണ്ടേ പറയൂ. അതിനു മുമ്പ് ഞാൻ റിയാലിറ്റി ഒന്ന് കണക്ട് ആക്കി. ഇതൊന്ന് ഒന്ന് പിടിച്ച്. അതെ, ഒന്നാമത്തെ കാര്യം ഞാൻ നമ്പർ ഓർത്തു വെച്ചിട്ടില്ല എന്ന് പറയണം. അതായത് പുതുയാത്രയിൽ തുണയോർമകൾ അരികെ. ഈ കരച്ചിൽ എന്ന് പറയുന്നത് ലാസ്റ്റ് റൗണ്ടിൽ പാടാൻ പോകുന്ന സെമി ക്ലാസിക്കലോ. അതെ, ഓർത്തിട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അപ്പം ശരിയാക്കാം. പോവാന്ന് വിചാരിച്ചിരുന്നത്. എനിക്ക് ഇതില് കൂടുതൽ എനിക്ക് അർഹതയില്ല. എനിക്കിന്ന് അങ്ങനെയാ. അങ്ങനെ ഒരിക്കലും നമ്മൾ സംസാരിക്കുന്നത് പാടിക്കഴിഞ്ഞൊരു സെൽഫ് റെസ്പെക്ട്, ഒരു നമുക്കൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ നിസ്സാരമായിട്ട് സംസാരിക്കരുത്. യു ഷുഡ് ടേക്ക് എവറിഥിങ് വെരി സീരിയസ്ലി. ബിക്കോസ് അങ്ങനെ സീരിയസ് ഇല്ലെങ്കിൽ ഐ യു റെഡി ടു ഗിവ് യുവർ സീറ്റ് ടു സംവൺ എൽസ് എന്നാണ്. ഇഫ് യു ആർ റെഡി ടു ഗിവ് സംബഡി എൽസ് then say ഞാൻ വന്ന് വെറുതെ അർഹതയില്ലാതെ പറയരുത് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ തലയിലുള്ളത് വേറെ വേറെ. വരൂ വന്നിരിക്കൂ. വേണ്ട നമ്പർ നമ്പർ എത്രയാണ് വേണ്ടത്? 1, 2, 3, 5. അജന്യ തിരഞ്ഞെടുത്തിരിക്കുന്നു. മൂന്നാമത് നമ്മളുടെ ചെയറിലേക്ക്, ഗോൾഡൻ ചെയറിലേക്ക് കടക്കുന്നത് ആരാണ് രഞ്ജനി സിസി? ആരായിരിക്കും? ക്ലൂ എന്താ ഇപ്പൊ പറയാ? ക്ലൂ ഒന്നും വേണ്ട പറ അല്ലേ? നമ്മുടെ വളരെ 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 കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, വളരെ മിടുക്കി ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നിസരി. Your mark is 98, Nisari. Welcome to finale. Thank you so much. നിസരി, ഏതാണ് ഇഷ്ടപ്പെട്ട നമ്പർ? ഇനി 1, 2, 3 നമ്പേഴ്സ് ആണുള്ളത്. 2. ആർക്കും ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നിസരി സെലക്ട് ചെയ്തിട്ടുള്ള ഗോൾഡൻ ചെയർ നമ്പർ 2. ഓക്കെ, ഇനി ബിന്നി ചേച്ചി, വെറും 2 പേര് മാത്രമാണ് ഈ ബാക്കിയുള്ളത്. 2 ചെയർസ് മാത്രമാണ് ബാക്കിയുള്ളത്. ആരാണ് ഇനി അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്നത്? അടുത്തയാൾ രേഷ്മ. Your mark is 98.5. രേഷ്മ, കൺഗ്രാറ്റുലേഷൻ. ഏത് വേണം? ഞാനിവിടെ ഫസ്റ്റ് ഓഡീഷൻ, മെഗാ ഓഡീഷൻ നടന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം കേറി പാടിയത് ഞാനാണ്, നമ്പർ 1. എന്റെ ലക്കി നമ്പറും 1 ആണ്. അപ്പൊ എനിക്ക് 1 മതി. ഓക്കെ, അപ്പോ വെൽക്കം ടു ഫിനാലെ. So
ഇനി ഒരാളും കൂടെ ഉണ്ട്. അത് ഷൈൻ ചേട്ടൻ പറയൂലേ? അതെ, അവരാണ് പറയാൻ പോകുന്നത്. ആണോ? ഷൈൻ ചേട്ടനാണോ ശ്വേത ചേച്ചിയാണോ പറയാൻ പോകുന്നത്? രണ്ടുപേരും ചേർന്ന് പറയാൻ പോവാ. ഞാൻ ഓടി നടന്ന് പറയും, ശ്വേത അവിടെ ഇരിക്കും. ഇനി ഒരു 3-ാം നമ്പർ ചെയർ മാത്രമാണ് ബാക്കിയുള്ളത്. ആർക്കാണ് 3-ാം നമ്പർ ചെയറിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ഐ എം വെരി പ്രൗഡ് ബിക്കോസ് നമ്മൾ രണ്ടുപേർക്കും ഒരു പെർഫോമൻസ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ നേരമായിട്ട് രണ്ടുപേരും ഇവിടുന്ന് ഒച്ചമിളി ഉണ്ടാക്കുന്നുണ്ട്, പേര് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ വി ആർ വെരി പ്രൗഡ്ലി പ്രസന്റിങ് സാധ്യ. 99 മാർക്ക് എന്ന് പറഞ്ഞ ഒരു മാർക്ക് മാത്രം. ഒറ്റ മാർക്കിനാണ്. അത് ഒറ്റ മാർക്ക് ദൃഷ്ടിയാണ്. അതെ, ദൃഷ്ടി മാർക്കാണ്. സാധ്യ. സാധ്യയുടെ അടുത്ത റൗണ്ട് ഓറഞ്ച് ഡ്രസ്സും ആയിരിക്കും. പുള്ളിക്കാരി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഓറഞ്ച് സാധ്യ ഏത് സീറ്റ് വേണം ചോദിക്കുന്നില്ല. ഇനി ഇതാ നടുക്കുള്ള സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 3-ാം നമ്പർ ചെയർ. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ടോപ്പ് 5-ൽ നിങ്ങളെയാണോ വിശ്വാസമില്ലാത്തത്? സാധ്യ സത്യം പറഞ്ഞ അവര് പറഞ്ഞ തന്നെ ഞങ്ങൾ പറഞ്ഞു. എന്നെ ഇനിയും അവിശ്വസിക്കരുത്. സാധ്യ അല്ല, അത് സാദിയുടെ വിഷമം അതല്ല. സാദിക്ക് ഇപ്പൊ സെലക്ഷൻ ചെയ്യാനായിട്ട് ചേരില്ല, ഒരു ചേരുള്ളൂ. അതല്ലേ ബുദ്ധിമുട്ട്? അതാണോ ബുദ്ധിമുട്ട്? അതല്ല, ഞാന് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഈ ഒരു ഫ്ലോറ് സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പം എത്താൻ പറ്റിയതിൽ കുറേ ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്തെ ആൾക്കാർ, പിന്നെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡാണ് രണ്ടാമത് ഇതിലേക്ക് കൊണ്ടുവന്നത്. 28 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നതാണ്. 2 വർഷമായിട്ടുള്ളൂ പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്ര വലിയ ആൾക്കാരുടെ മുമ്പിൽ, ലെജൻസ് ആയിട്ടുള്ള ജഡ്ജസുമാരുടെ മുമ്പിൽ, ഇത്ര വലിയ ഓർക്കസ്ട്രയിൽ, പിന്നെ എൻ്റെ ഗ്രൂമേഴ്സ് രാധിക മാമ, മുഫി മാമ ഒക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ അടുത്ത റൗണ്ടിലേക്ക് ഇലക്ഷൻ ആയി. സാധ്യ ശ്വാസം വിട്ടോളൂ, കുഴപ്പമില്ല. സാധിക ഇപ്പൊ വന്ന് ഇവിടെ ഇരിക്കും. അതെ, സാധ്യ കൺഗ്രാറ്റുലേഷൻസ്. വെൽക്കം ടു ഫിനാലെ. ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു. ബാക്കി ഓക്കെ, 6 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പാടി. ഞങ്ങൾ പറഞ്ഞില്ലേ, ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ ആയിരുന്നു. ശിവപ്രിയ, നിമിഷ, ശിവാനി, രമ്യ, ആര്യ ആൻഡ് സാൻ. എല്ലാവർക്കും 0.5 വ്യത്യാസത്തിലൊക്കെ കേട്ടോ. എന്ത് ക്ലോസ് ആണെന്നറിയോ? ഞങ്ങൾക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇവിടെയുണ്ട്. എവ്രി വൺസ് ഹിയർ. ഗ്രാൻഡ് ഫിനാലെ ആണെങ്കിലും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പോയ പോലത്തെ ഒരു ഫീലിംഗ് ഇവിടെ ഇല്ല. ആൻഡ് പ്ലസ് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ രണ്ടാമത് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കിട്ടിയ ഒരു വഴിത്തിരിവാണ് മ്യൂസിക്കൽ വൈഫ്. അതിനെ പെർസ്യൂ ചെയ്യുക, പഠിക്കാനുള്ളവർ പഠിക്കുക. സാറും ചേച്ചിയും ഒക്കെ അതിന് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ. രഞ്ജിനിയുടെ ഹെൽപ്പ് കൊണ്ടാണ് അവരെല്ലാരും പറയുന്നത്, അവരിന്ന് പാടുന്നത്, പഠിപ്പിച്ചു കൊടുത്തത്. അല്ല, ഇംപ്രൂവ്മെന്റ് പെട്ടെന്ന് സഡൻ ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈനോ ഒരു മാസ്റ്റർ ക്ലാസ് എടുത്തോളൂ സർ. അത് ചില്ലറയല്ല. ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ ഇനി കിടക്കല്ലേ? ഒരു മാസം കൊണ്ട് മാസ്റ്റർ ക്ലാസ്. ഇത് അതിശയോക്തിയല്ല കേട്ടോ. ഇതിനു മുമ്പ് ഒരു പാടിയതും മാസ്റ്റർ ക്ലാസ്സിന് മുമ്പ് പാടിയതും അതിനുശേഷം പാടുന്നതിലും ട്രമൻഡസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഐ എം വെരി പ്രൗഡ് ഓഫ് രഞ്ജിനി ബിക്കോസ് രഞ്ജിനി പാട്ട് പാടുണ്ടായിരുന്നു, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു, മ്യൂസിക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, കമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു, എഴുതുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉപരി ബോംബെ വന്നിട്ട് വീടെടുത്ത് താമസിച്ച് മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സോ വേണമെങ്കിൽ രഞ്ജിനിക്ക് ആലോചിക്കാമായിരുന്നു, എൻ്റെ ഓൾറെഡി കരിയർ നന്നായി പോകുന്നുണ്ട്, പിന്നെ വൈ ബോദർ. പക്ഷെ ഇതെല്ലാം ഇത് ചെയ്ത് കമ്പോസ് ചെയ്ത് ബാൻഡ് ഉണ്ടാക്കി ആൻഡ് ഷീസ് ജസ്റ്റ്, സോ ഷീസ് അപ്ഗ്രേഡിങ്
വാട്ട് ഐ എം സേയിങ് ഈസ് നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡോക്ടറായിരുന്നു, നിങ്ങൾ വെറുതെ പോയി തിരിച്ചു വരികയുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ പേഴ്സൺ ഉള്ളിലുണ്ട് എന്ന്. ഓക്കെ, സംഗീതം സാഗരമാണെന്ന്. ആ സാഗറിൽ ഞാൻ അവിടെ തന്നെ കൊല്ലും. മുക്കിക്കൊല്ലും. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ആദ്യമായിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും പിന്നിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡ്സിന് വേണ്ടി ഒരു വലിയൊരു കയ്യടി നിങ്ങൾ തന്നെ കൊടുക്കണം. സോ വിഷിംഗ് everyone all the very best. Thank you. താങ്ക് യു ശ്വേത ചേച്ചി. അപ്പോ മ്യൂസിക്കൽ വൈബ്സ്, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഫൈനലിസ്റ്റുകളാണ്. നമ്മൾ അടുത്ത ടോപ്പ് 5 മാത്രം ഒന്ന് കടന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മുടെ 5 മ്യൂസിക്കൽ വൈബ്സ് കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാശിയേറി അവരുടെ പോരാട്ടം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം. അപ്പൊ ഇനി അടുത്ത ഫിനാലെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവർ 5 പേരുടെ പെർഫോമൻസ് നമുക്ക് കാണണം. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാം. എന്ത് പറയുന്നു? ഓക്കെ, അവർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഒരുമിച്ച്. ഓൾ ദി ബെസ്റ്റ്. പാട്ടുള്ളൊരു കൂട്ടം, വീട്ടമ്മ കൂട്ടം, ഇത് പെൺകൂട്ടം. ടോപ്പ് 5 മാജിക്, മ്യൂസിക്കൽ വൈഫ് മാജിക്, ഫൈനൽ ഇൻ മാജിക്, ഫ്ലവേഴ്സ് മാജിക്. മ്യൂസിക്കൽ വൈഫിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ വിന്നേഴ്സ് ആവുന്നവർക്ക് ലഭിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന സമ്മാനം. ഫസ്റ്റ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നത് 2 lakhs rupees. സെക്കൻഡ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നു 1.5 lakhs rupees. തേർഡ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപ. ഇത്രയും കണ്ടപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാക്കാണല്ലോ, ആരാണെന്ന് മനസ്സിലാക്കാണല്ലോ. പിന്നല്ലാണ്ട്. ഓക്കെ ഓക്കെ, എന്റെ പേര് വിൽസൺ ഡിക്രൂസ് പെരേര. തങ്കച്ചൻ അല്ല, അപ്പൊ മണഗുണാഞ്ചൻ ചേട്ടൻ എന്നല്ലായിരുന്നോ? വിൽസൺ പെരേര. അല്ല അയ്യോ, അല്ല, ജോൺ ഫോനായി. അല്ല, അത് ചഞ്ചലൻ ചഞ്ചലൻ. ഒരുപാട് പേര് എന്റെ പേര് ഡാനിയൽ ഡിസൂസ. നിങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു. ഡാനിയൽ ഡിസൂസ ഫ്രം ഡിസൂസയാണ് ഇപ്പോ. അതെ 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 അതെ, ഞാൻ വന്നത് എന്റെ കാമുകി കേദറിനെ തിരക്കി ഞാൻ വന്നതാണ്. കേദറിൻ ക്ലാസ് എടുക്കാം, എന്നാലേ നിങ്ങൾക്ക് ആ പേര് കറക്റ്റ്. കേദറിൻ എന്റെ കാമുകിയാണ്. കുറച്ചു കാലം മുമ്പുള്ള കഥയാണത്. കുറച്ച് പുറകിലോട്ടൊന്ന് പോകാമോ? പുറകിലോട്ട് പോകണം. അയ്യോ അതല്ല അതല്ല, ആ പുറകിലല്ല, കുറച്ച് പുറകിലോട്ട് പറഞ്ഞ ഓർമ്മയുള്ള, അതായത് ഒരു 90. ഓർമ്മകളിലേക്ക് പോകാൻ ബോധത്തിന്റെ ആവശ്യമില്ലല്ലോ. അയ്യോ അതല്ല, ഞാൻ പറഞ്ഞ ഒരു 90 അല്ല, 260 മതി. പക്ഷെ എന്താ സംഭവം എന്നറിയാമോ? ഓർമ്മ കിട്ടുന്നില്ല, കുറെ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പൊ ഞാൻ ചില ആ ശ്രേഷ്ഠകൾ കാണിച്ചു തന്ന ചിലപ്പോ ഓർമ്മ ഉണ്ടെങ്കിലോ, ചിലപ്പോ ഓർമ്മ ഉണ്ടെങ്കിലോ, ചിലപ്പോ മറന്നു പോകും. അതുകൊണ്ടാണ് നിറം സെയിമാ. അതെ അതെ, ശ്രേഷ്ഠകൾ ഞാൻ എടുത്ത് കേതരിൻ ഒന്ന് നോക്കാവോ? കാല് വയ്യ ചേട്ടാ, പോക്കറ്റിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇപ്പോഴോ അവിടെ കുത്തി നോക്കിയാ വെള്ളം കിട്ടുന്നതാണോ? ഞാനും അതന്നെ പറഞ്ഞു. അല്ല, ഞാൻ ഇനി ചിലപ്പോ വേറെ ചില ശ്രേഷ്ഠകൾ ഇങ്ങനെ. ഇതോ പേനുണ്ട്, ഒരു പേൻ. ഇതോ ഇതാണ്. ഷൂ തൊട്ടുന്നല്ലോ അല്ലേ? അപ്പൊ ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും പാട്ടോ ഡയലോഗോ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും മനസ്സിലാകാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ ആ പാട്ടിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിപ്പിച്ച് തരാം. അതും മനസ്സിലാക്കിയില്ലെന്ന് മാത്രം പറയരുത്. അതെ,
നല്ല റൊമാൻറ്റിക് സോങ്. താങ്ക് യു മിസ്റ്റർ ഡാനിയൽ ഡിസൂസ. എന്റെ മക്കോണനെ മക്കൂലിനെയാ? എന്റെ മക്കോണനെ മക്കോണ ഇതാണ് കണ്ട ആരെങ്കിലും കണ്ട എന്റെ മക്കോണനെ കണ്ട ആരെങ്കിലും, പോകുന്നു അറിഞ്ഞൂടല്ലോ എന്റെ മക്കോണ. അതെന്താ സാധനം? ആരെങ്കിലും അണ്ണാ നിങ്ങൾ വീടല്ലേ അണ്ണാ? ഞാൻ എന്റെ മക്കോണനെ തപ്പിട്ട് പോട്ട്. മക്കോണ നിങ്ങളെ വീട് മക്കോണ കുഞ്ചാണ്ണ കുഞ്ചാണ്ണ നിങ്ങൾ എന്താ ഇവിടെ തപ്പണ? കുഞ്ചാണ്ണ. അല്ല ഈ മക്കു എന്ന് പറഞ്ഞ ആരാണ്? മക്കു എന്ന് പറഞ്ഞ ആരാണ്? ഹലോ, ഈ മക്കു എന്ന് പറഞ്ഞ ആരാണ്? ഈ മക്കു എന്ന് പറഞ്ഞ ആരെങ്കിലും ഈ ഫ്ലോറിലുണ്ടെങ്കിൽ ഒന്ന്. നിങ്ങളുടെ ഭർത്താവാ? അല്ല ഈ മക്കു എന്ന് പറഞ്ഞ ആരാണ്? ഈ ഫ്ലോറിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അത്രയും വൃത്തിയായിട്ട പേര് ആർക്കും ഇല്ല. അല്ല എനിക്ക് മക്കു എന്ന് പറഞ്ഞാൽ ആളിനെ എനിക്ക് അറിയാം. അദ്ദേഹം രാവിലെ ബാംഗ്ലൂർ ടൂറിന് പോയിക്കുന്നു. എന്റെ അണ്ണൻ ഇവിടെ ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഈ മക്കുനെ എനിക്കറിയാം. മക്കു വയനാട് പോയിക്കുന്നു രാവിലെ ടൂറിന്. അങ്ങനെ എന്റെ അണ്ണ അങ്ങനെ എന്നെ കൊണ്ടുപോകാതെ ഒന്നും പോകൂല. എനിക്കറിയാം എന്നെ കൊണ്ടുപോകാതെ പോകൂല. പോകും, എനിക്കറിയാലോ. പോകില്ല. എല്ലാം എന്തോന്ന് ഒരു 10, 35, 38 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രണയത്തെ ബാക്കിലോട്ട് പോയ ഒരു പ്രണയത്തിൽ ഞാൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയാണ്. ഏത് പ്രണയം? എന്റെ കാതർ എന്തോ ആയിരിക്കും ഫ്രണ്ടിലോട്ട്. ഏതൊക്കെ? അത് ശ്വേത ചേച്ചി. അതെ. നിങ്ങൾ ചുമ്മാ അനാവശ്യ കാര്യങ്ങളൊന്നും പറയാതെ നമുക്ക് വീട്ടിൽ പോവാൻ നോക്കാം. വരി ഇങ്ങോട്ട്. അല്ല ഞാനും കേതറും കൂടെ ഞാൻ ജീവിക്കും. എനിക്ക് നിന്നെ വേണ്ട. നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായി. എനിക്ക് 10, 38 വർഷങ്ങൾക്ക് മുമ്പ് പോയ പ്രണയം ഞാൻ തിരിച്ചു കൊണ്ടുവന്നേക്കാണ്. ഇനി ഞങ്ങൾ തമ്മിൽ ജീവിക്കും. എന്നെ വേണ്ട. നിന്നെ വേണ്ട. എന്നെ വേണ്ട. നിന്നെ വേണ്ട. വേണ്ട. നിങ്ങൾക്ക് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഇന്നലെ വേണ്ട. വേണ്ട എനിക്ക്. അപ്പൊ നീ എങ്ങനെയുണ്ട് അതെ ഡാനിയൽ ഡിസൂസ? ഇങ്ങനെ ഇരിക്കും പെൺകുട്ടികളോട് കളിച്ച. എനിക്ക് വേണ്ട. തൊപ്പി വെച്ച അണ്ണ എന്നെ സ്വീകരിക്കും. അണ്ണ നിങ്ങൾ നോക്കിട്ട് വേണ്ട പറഞ്ഞു. എന്ത് അണ്ണ അതിനല്ലേ അപ്പൊ എണീറ്റ് വന്നത്? സ്വീകരിക്കാനാ? നല്ല ചേർച്ചോണ്ട് രണ്ടുപേരും കെട്ടി. പ്രശ്നം എന്താ പറ? പ്രശ്നം വേറൊന്നുമല്ല. ഇങ്ങേരുടെ കാമുകിയുടെ കൂടെ ഇപ്പൊ ജീവിക്കണം. എന്നെ വേണ്ട എന്നാണ് പറയണത്. അതെല്ലാ ഭർത്താക്കന്മാരുടെ ആഗ്രഹമല്ലേ? അല്ലേ? ഞാൻ ഭർത്താവല്ലോ. അപ്പൊ അണ്ണൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ഒന്നുകിൽ ഇങ്ങേരെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അണ്ണനെ കല്യാണം കഴിക്കണം. എനിക്ക് കളഞ്ഞു പോയ എന്റെ പ്രണയം എനിക്ക് തിരിച്ചു കിട്ടി. എനിക്ക് അവരോടൊപ്പം എനിക്ക് ജീവിക്കണം. സിസ്റ്റർ, it will come down. What is your problem, babe? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കുറെ നേരമായി ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നം ഉണ്ടാക്കുകയല്ല. കാരണം ഒരു 38 വർഷത്തെ പ്രണയത്തിന്റെ കഥ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയായിരുന്നു ജീവിച്ചത്. ആ പ്രണയം തിരിച്ചു വന്നപ്പോ കാരണം ഇവളോട് ജീവിച്ച് ഞാൻ മടുത്ത്. അതങ്ങനെ തന്നെയായിരിക്കും. ജീവിച്ചു കഴിഞ്ഞാൽ മടുക്കില്ലേ? അതെ. അങ്ങനെ മടുക്കൊന്നുമില്ല. നിങ്ങളുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തരാം. സോൾവ് ചെയ്തരോ? എന്താ നിങ്ങളുടെ പേര് പറഞ്ഞേ? എന്റെ പേര് ഡിസൂസ. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് ഡിസൂസ. എന്തോ ഡിസൂസ? മക്കു മഞ്ചാടി മൂട് കുഞ്ചൻ. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റൂല. ഇത് താഴെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നോക്കാം. എനിക്ക് അവളെ വേണ്ട. അല്ല നിങ്ങള് പരിപാടി ഒന്നും പറയണ്ട. ചേട്ട വേറെ മൂഡിലാണെന്ന് തോന്നുന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇവിടെ പാട്ട് മത്സരത്തിനെന്നും പറഞ്ഞാണ് വന്നത്. അതെ. പക്ഷെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്രയും കാലം പാടിക്കൊണ്ടിരുന്നത് നല്ല പാട്ടെന്ന്. എന്നിട്ട് ഇന്നിപ്പോ 5 പേരെ ഗംഭീരമായിട്ട് പാടുന്ന 5 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് ഫിനാലെ നടക്കുകയല്ലേ. അടുത്ത സീസണില് ഞാനും മക്കുവണനും പാട്ട് പഠിച്ച് ഇവിടെ വന്ന് പാടി കപ്പെടുക്കുമെന്ന് ഇപ്പൊ വെല്ലുവിളിക്കും. അല്ലെങ്കിൽ നിന്നെ പിന്നെ മേഡത്തിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഞാൻ പാട്ട് പഠിപ്പിക്കും. അത് നടക്കൂല. അവിടെ സ്ലോട്ടില്ല. അവിടെ സ്ലോട്ടില്ല. അഡ്മിഷൻ കിട്ടാറില്ല. അല്ല, എന്റെ സ്ലോട്ട് ഞാൻ പിന്നെ മേഡത്തിന് എഴുതി കൊടുത്തിട്ട് ഞാൻ നിന്നെ പാട്ട് പഠിപ്പിക്കും. അതേത് സ്ലോട്ട്? അത് മറ്റേ വീട് വെക്കുന്ന സ്ലോട്ട്. മറ്റേ റിസോർട്ടൊക്കെ പണിയും വേലിയൊക്കെ കെട്ടി മതിലൊക്കെ കെട്ടി. നിങ്ങൾ പറഞ്ഞത് പ്ലോട്ട്, ഞാൻ പറഞ്ഞത് സ്ലോട്ട്. ഇത് ഫ്ലൂട്ട്. നിങ്ങളുടെ പ്രാസ കോമഡി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. അത് ഇവിടെ ഗ്രാൻഡ് ഫിനാലെ നടക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. തീർന്നില്ലേ? നിങ്ങളൊരു പാട്ടുകാരനും കൂടിയല്ലേ? അതെ. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് എവള് കൂട്ടി വെച്ചിരുന്ന പൈസ, എവള് ലോൺ എടുത്ത പൈസ, അയൽക്കൂട്ടത്തിലെ പൈസ, ഞാൻ സംഘടിച്ചിട്ട് പൈസ എല്ലാം കൂടെ എടുത്തു വെച്ച് ഞാനൊരു ആൽബം ചെയ്തു. ആൽബത്തിന്റെ പേര് കിലുക്ക് പമ്പരം എന്നാണ്. കിലുക്ക് പമ്പരം. അപ്പൊ ആൽബം റിലീസായി.
അപ്പൊ ആ ആൽബം വേണമെങ്കിൽ രണ്ടുപേരും പാട്ട് വേണമെങ്കിൽ ഞാൻ പാടാം. ആ ആൽബത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. സൂപ്പർ ആൽബമാണ്. അപ്പൊ എന്റെ പൈസ പോയത് ആ വഴിക്കാണ്. എന്റെ ആൽബത്തിൽ രണ്ടുപേരും പാട്ട് പാടാം. നിങ്ങൾ എല്ലാം കൈ അടിക്കണേ. എന്നോട് ഡാൻസ് കളിക്കണം കേട്ടാ. പാടിക്കോ പാടിക്കോ. പിടിച്ചോ. വേണ്ട ഫ്ലൂട്ട് വേണ്ട. അല്ല പിടിച്ചോ. അവന് അർഹതപ്പെട്ട സ്ഥലത്തിരിക്കട്ടെ. വേണ്ട 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 വേണ്ട. പണ്ട് നല്ല കിലുക്കുപ്പം വരെ നിനക്ക് ഞാൻ തന്നേ പെണ്ണേ, നിനക്ക് ഞാൻ തന്നേ പെണ്ണേ. പച്ചപ്പട്ട് പുള്ളിപ്പാവാട നിനക്ക് ഞാൻ തന്നേ പെണ്ണേ, നിനക്ക് ഞാൻ തന്നേ പെണ്ണേ. പണ്ട് നല്ല കിലുക്കുപ്പം വരെ നിനക്ക് ഞാൻ തന്നേ പെണ്ണേ, നിനക്ക് ഞാൻ തന്നേ പെണ്ണേ. പച്ചപ്പട്ട് പുള്ളിപ്പാവാട നിനക്ക് ഞാൻ തന്നേ പെണ്ണേ, നിനക്ക് ഞാൻ തന്നേ പെണ്ണേ. അടിപൊളിയാണ്, അടിപൊളിയാണ്. പൈസ പോയാലും കുഴപ്പമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് പൊക്കോട്ടെ, നമ്മള് പോട്ടാ. അടുത്ത സീസൺ അല്ല ഷൈൻ ചേട്ടൻ പൊതുവെ എന്ത് ചോദ്യത്തിനുള്ള മറുപടി ഷൈൻ ചേട്ടയിൽ ഉണ്ടെന്നാണ് പൊതുവെ ഒരു കരക്കമ്പി. ചോദിച്ചോളൂ, എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ജഡ്ജസിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞങ്ങൾ ആദ്യം ഒന്ന് തുടക്കം ഇട്ട് തരാം. ഷൈൻ ചേട്ടാ, വളരെ ആധികാരികമായ വളരെ സീരിയസ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞ ഷൈൻ ചേട്ടൻ അതെങ്ങനെ കിട്ടും? അല്ല എന്ന് വെച്ചാൽ ബസ്സിൽ കയറുന്നു വിചാരിക്കാം, അവിടെ പുരുഷന്മാരുടെ സീറ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. സ്ത്രീകളുടെ സീറ്റ് ഒന്നും എഴുതിയിട്ടില്ലേ? അപ്പൊ അവിടെ സമത്വം, ആർക്കാ പരിഗണന കൂടുതല്? അപ്പോ സ്ത്രീകൾക്ക് വേറെ എല്ലാ സീറ്റിലും ഇരിക്കാം, അവരുടെ സീറ്റിലും ഇരിക്കാം. ആണുങ്ങൾക്ക് ഒരു സീറ്റിലും ഇരിക്കാൻ പറ്റില്ല, പെണ്ണുങ്ങളുടെ സീറ്റിലും ഇരിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? അപ്പൊ സമത്വം ഉണ്ടോ? നമ്മളൊക്കെ ഒരു അസോസിയേഷൻ ഇത്രയും ലോലന്മാരെ ഇങ്ങനെ പരീക്ഷിക്കണോ കിടന്നിട്ട്? ചോദിച്ചോളൂ. അടുത്തത് ഇനി ജഡ്ജസിനാ. ജഡ്ജസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കുമ്പോ സീരിയസ് ആയി പോവും. അയ്യോ, ഞങ്ങൾ ചോദിച്ചത് എന്നാലും പ്രായത്തിന് വെച്ചിട്ട് അത്ര സീരിയസ്. എപ്പോഴെങ്കിലും ഒരു പെണ്ണായിട്ട് ജനിക്കാൻ തോന്നിയിട്ടുണ്ടോ? ആണുങ്ങളുടെ കള്ളത്തരം പിടിക്കുന്ന സമയത്തൊക്കെ ഒരു പെണ്ണായ കൊള്ളാമെന്ന് പിന്നെ എന്ത് ചെയ്യാൻ ഈ ലോകത്ത് ചിലർക്ക് പെണ്ണുങ്ങളുടെ കൈയടിക്കുന്നില്ലേ അതിന്? ആണുങ്ങളുടെ കള്ളത്തരം പിടിക്കുന്ന കൈയടി ഇല്ല ഇപ്പൊ. നേരത്തെ എന്തായിരുന്നു? നമ്മള് എല്ലാം അങ്ങനെ പറയാ. ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞു, ഭർത്താവിനോട് എങ്ങനെയായിരിക്കും പെരുമാറുക? നല്ല രീതിയിലായിരിക്കും പെരുമാറുക. വേറെ ആളുടെ ഭർത്താവിനോടല്ലേ? എന്നെ കൊല്ല്. എന്നാ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഇതൊന്നും കുസൃതി ചോദ്യം അല്ലേ? ടൈറ്റാനിക് മുങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ചേച്ചി ഇത് എവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? വെള്ളം കേറിയിട്ടാണ് ടൈറ്റാനിക് മുങ്ങിയത്. അല്ല, അല്ലാതെ പിന്നെ പായസം കേറിയിട്ടാണോ? അല്ല, പോയ വഴിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു സായിപ്പ് കടലമ്മ കള്ളിന്ന് എഴുതി വെച്ച. നേരത്തെ പറഞ്ഞത് ശരിയാണല്ലോ. നമ്മൾ രണ്ടുപേരും ഒരു തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത് ഇവിടെ മിസ് ചെയ്യാറില്ല. കാരണം ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ എപ്പോഴും ഉണ്ട് ഇവിടെ. ചേച്ചി ശ്രദ്ധിച്ചോ? ചേച്ചി പറയുന്ന വളിപ്പിന്റെ നിങ്ങൾ വളിപ്പ് ആരോമൽ ശ്രദ്ധിക്കുന്ന പോലും ഫോണിൽ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. അല്ല, ഭയങ്കര സീരിയസ് ആയതിന്റെ ഇടയിൽ കുറച്ച് കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങളുടെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടാ മുന്നിലിരിക്കുന്ന 5 പേരുടെ. മനസ്സിലായില്ലേ? കുസൃതി മാത്രം നിങ്ങളല്ലേ ഇതൊക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കോമ്പറ്റീഷൻ തുടർന്നാലോ? സ്ത്രീ പുരുഷ കോമ്പറ്റീഷൻ ഞാൻ ചോദിക്കട്ടെ, ഈ മ്യൂസിക്കൽ വൈഫ് ഉണ്ടാവണമെങ്കിൽ ഹസ്ബൻഡ്സ് ഉണ്ടാവണ്ടേ? വേണം. അല്ലാതെ എങ്ങനെ തന്നെ വൈഫ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഒരു സ്ത്രീയായി ജനിച്ചിരുന്നെങ്കിൽ ചേട്ടൻ ഏത് പ്രൊഫഷൻ തെരഞ്ഞെടുപ്പ്? സ്ത്രീകളുടെ പ്രൊഫഷൻ അല്ലാതെ പിന്നെ പുരുഷന്മാരുടെ പ്രൊഫഷൻ ഏതായിരിക്കും ഇഷ്ടമുള്ള? ടീച്ചർ, പാട്ട് ടീച്ചർ. ഇല്ലേ, ആണുങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ. തന്നെയല്ലേ പെണ്ണുങ്ങളും ചെയ്യണത്? അതാ ചോദിച്ചാൽ. എന്നാലും സ്ത്രീ ആയിട്ടിരിക്കുമ്പോ ഒരു സ്പെഷ്യൽ പ്രൊഫഷൻ. ഹെഡ് മിസ്ട്രസ്, ഹെഡ് സിസ്റ്റർ. നല്ല രസമായിരിക്കും ആ മടം. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാണി ഏതാ? അയ്യോ ചേച്ചി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണി ഈച്ച. അത് തമിഴിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കറക്റ്റ് ആണ്. തമിഴിൽ ഈച്ച എന്ന് പറയണ്ട. എന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്? ഈച്ചക്ക് എവിടെയാ അത്?
ഈച്ചക്ക് എന്താ പറയണേ? അല്ല ചിരിച്ചോണ്ടിരിക്കുന്ന ഈച്ച എന്നല്ലേ ചോദ്യം. ഇരിക്കാൻ ഒരു പറ്റില്ലല്ലോ കാര്യം ചെയ്യാം, ഈച്ചക്ക്. ഇവിടെ വന്നിരിക്കും. ഇനി വേറെ ഇത് വേറെ ഇതില്ല. കഴിച്ചോട്ടെ, bye. രജീഷ് ഈ രണ്ടാമത്തെ മാത്രം കട്ട് ചെയ്തു. ഈച്ചയുടെ കാര്യമാണ്. ഈച്ചയുടെ എല്ലാം ഇടും. ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ വളിപ്പും ഇടണം. ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ നമ്മൾ നമ്മുടെ മ്യൂസിക് ലൈഫിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ അവസാന റൗണ്ടിലോട്ട് കടക്കുകയാണ്. അപ്പൊ നമ്മുടെ 5 ഫൈനലിസ്റ്റുകൾ കൂളയില് ഇപ്പൊ കുറച്ച് തമാശയൊക്കെ കേട്ട് കുറച്ച് ചിരിച്ചു. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ തുടരാം. റെഡി ആണോ 5 പേരും? റെഡി. നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലെ 5 ഫൈനലിസ്റ്റ് രേഷ്മ, നിസരി, സാദിയ, വിദ്യ ആൻഡ് അജന്യ. പിന്നെ നിങ്ങൾ 5 പേരാണ്. അപ്പൊ നമുക്കറിയാലോ ഇതിൽ 1ാം സ്ഥാനം വരുന്ന ആൾക്കും 2ാം സ്ഥാനം വരുന്ന ആൾക്കും 3ാം സ്ഥാനം വരുന്ന ആൾക്കും ക്യാഷ് പ്രൈസുകളുണ്ട്. യെസ്, നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ സമ്മാനം പുറത്ത് ഏതെങ്കിലും ഒരു കൺട്രിയിൽ വെച്ചിട്ടായിരിക്കും രാജ്യത്തായിരിക്കും സമ്മാനം നൽകുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ യുദ്ധത്തിന്റെ സാഹചര്യം ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങ് പൈസ ആയിട്ട് കൊടുത്താലോ? അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്ത് പോട്ടെ. ഇഷ്ടപ്പെട്ട രാജ്യത്ത് നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ചൂസ് ചെയ്ത് തരുന്നില്ല, പോരെ? സോ നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് വിന്നേഴ്സിന് റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായി ലഭിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. നമ്മുടെ സെക്കൻഡ് പ്രൈസ് വിന്നറിന് ലഭിക്കുന്നു 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. ആൻഡ് തേർഡ് പ്രൈസ് വിന്നറിന് ലഭിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. അങ്ങനെ ആദ്യ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസുകളുണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ നമ്മുടെ കോമ്പറ്റീഷൻ ഇവിടെ തുടരുകയാണ്. അഴകേറും കൂട്ടം, പാട്ടുള്ളൊരു കൂട്ടം, വീട്ടമ്മ കൂട്ടം, ഇത് പെൺകൂട്ടം. Magic, musical wife magic, final in magic, flowers magic. രാഗത്തിൻ നൂലിൽ ചേലുള്ളൊരു വേദി, മ്യൂസിക്കൽ വേദി, സന്തോഷവേദി. അടുക്കള അരങ്ങിലെ പാട്ട്, നിലക്കത്ത പാട്ട്, നിറമുള്ള പാട്ട്, ഫൈനലിൻ പാട്ട്. Top 5 magic, musical wife magic, flowers magic. Top 5 magic, ഇത് finale magic, ഇത് musical wife magic, ഇത് flowers magic. ഗ്രാൻഡ് ഫിനാലയിലെ അവസാനത്തെ റൗണ്ട് എന്ന് പറയുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. അപ്പോൾ ഈ റൗണ്ടിലാണ് 5 പേരിൽ നിന്ന് ആരാണ് മ്യൂസിക്കൽ വൈഫിന്റെ ടൈറ്റിൽ വിൻ ചെയ്ത് ഇവിടുന്ന് പോകുന്നതെന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോ നമ്മളുടെ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ആദ്യമായി പെർഫോം ചെയ്യാനായി എത്തുന്നു വിദ്യ. മതിമുഖി മധുമൊഴി പാടുക പാടുക
ഈ ഫ്ലോറിലെ ഫൈനൽ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ. അതെ. ഓക്കെ, എങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോർമലി ഈ പെർഫോമൻസിന് ജഡ്ജ്മെന്റ് ഇല്ല. ശ്വേത ചേച്ചിയോടും ഷൈൻ ചേട്ടനോടും നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ശ്വേത ചേച്ചി? എന്ത് തോന്നി? നോ കമന്റ്സ്. പാട്ട് ഇഷ്ടപ്പെട്ടോ? അസാധ്യം പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ഇനി ഫൈനൽസ് നമുക്ക് റിസൾട്ട് ഐ ഹോപ്പ് എവ്രി വൺ വിൻസ്. ഓക്കെ ഓക്കെ, അത്രയും നന്നായി എന്നാണ് ഉദ്ദേശിച്ചത്. അതെ, ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മളുടെ ഈ ഫ്ലോറിലെ അവസാനത്തെ പെർഫോമൻസിന് വേണ്ടി കടന്നു വരുന്നു അജന്യ.
ശാബാഷ്. അജന്യ അങ്ങനെതാ നമ്മുടെ മ്യൂസിക്കൽ വൈഫിലെ അവസാന പാട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്റ്റേജ് വിട്ട് പോണല്ലോ എന്നുള്ള സങ്കടം. അയ്യോ അത് സാരില്ല. ശരി. അല്ല അതിവിടെ നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നുവിടാൻ പറ്റില്ലല്ലോ. ഇനിയും സീസൺ വരും, ഇനിയും വരണം നിങ്ങളെല്ലാവരും. ഈ സ്റ്റേജ് എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത സ്റ്റേജ് ആണല്ലോ. എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ച സ്റ്റേജ് ആണല്ലോ. അപ്പൊ എനിക്ക് അത്രയും കടപ്പാടുള്ള സ്റ്റേജ് അല്ലേ. അപ്പൊ ഒരു മിസ്സിങ് അത്രേ ഉള്ളൂ. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ അല്ല ഇതില് എന്താ പറയാ, എല്ലാ സംഗതികളും കറക്റ്റ് സമയത്ത് കിട്ടിയ ഒരാളാണ് ഷൈൻ. ഷൈനാണ് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പോണത്. നമ്മൾ കമന്റ് ഒന്നും പറയുന്നില്ല, കാരണം ഞാനൊരു ചോദ്യം മാത്രം ചോദിച്ചുള്ളൂ ചേച്ചിയുടെ അടുത്ത്. ഇതിന്റെ തുടക്കം എങ്ങനെയാണ്, അവസാനം എങ്ങനെയാണ്? തീരെ ഗ്യാപ്പ് ഇല്ലല്ലോ ഇതിന്റെ ഇടയില്, പാടുന്നതിന്റെ ഇടയില്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ശ്വാസം മുട്ടേണ്ടായിരുന്നു. നമ്മളൊരു എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുക. അത്ര സൂപ്പർവായിരുന്നു. ഒരു കാര്യം, നമ്മളുടെ ലൈഫ് നമുക്ക് തരുന്ന പോലെ ഒന്നല്ല രണ്ടല്ല കുറെ ചാൻസസ് ഈ വേദിയിൽ നിങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ടോപ്പ് 5 ഇസ് ഷ്യൂർലി ആൻഡ് പ്യൂർലി എന്താ പറയാ മെറിറ്റ് ബേസ്ഡിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. ഓക്കെ, all the best. Thank you. Tension.